സോജാ രാജകുമാരി സോജാ. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഏറ്റവും കൂടുതൽ കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെയും എൻ്റെ തന്നെ അനുഭവങ്ങളായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനത്തിൽ കുന്താണി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇമ്മണി വലിയ ഒന്ന് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ബാല്യകാലസഖി. മലയാളത്തിലെ വിശ്വവിഖ്യാതമായ പ്രണയകഥകളിൽ ഒന്നാണ് ബാല്യകാലസഖി. ഒന്നും ചേർന്നാൽ ഇമ്മണി വലിയ ഒന്നാകുമെന്ന മഹാഗണിതത്തെ അവതരിപ്പിച്ച നോവലാണിത്. സുഹറയുടെയും മജീദിന്റെയും ബാല്യകാല അനുഭവങ്ങളിലൂടെ വികസിക്കുന്ന നോവൽ വായനക്കാരനിൽ ആത്മനൊമ്പരമുണർത്തുന്ന സ്നേഹഗാഥയാണ്. മജീദും സുഹറയും കളിക്കൂട്ടുകാരാണ്. അവർക്ക് 9ഉം 7ഉം വയസ്സാണുള്ളത്. അവരെ ശത്രുക്കളാക്കിയതും പിന്നെ സുഹൃത്തുക്കളാക്കിയതും സുഹറയുടെ വീടിനടുത്തുള്ള തൈമാവിലെ മൂത്തുപഴുത്ത മധുരമൂറുന്ന മാമ്പഴങ്ങളായിരുന്നു. മജീദിന്റെ സ്വപ്നങ്ങളിൽ അവൻ സുൽത്താനാകുമ്പോൾ എന്നും അവന്റെ രാജകുമാരി പദം അലങ്കരിച്ചിരുന്നത് അവന്റെ സ്വന്തം സുഹറയായിരുന്നു. വയസ്സിൽ വ്യത്യാസമുണ്ടെങ്കിലും അവർ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. സുഹറ കണക്കിൽ മിടുമിടുക്കിയായിരുന്നു. എന്നാൽ മജീദോ കണക്കിൽ തീരെ പിറകിലും. ക്ലാസ്സിൽ അവനെ ഹാജർ വിളിച്ചിരുന്നത് പോലും മണ്ടശിരോമണി എന്നായിരുന്നു. ഒന്നും ഇമ്മണി വലിയ ഒന്ന് എന്ന് കണക്കിലെ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചത് മജീദായിരുന്നു. അവന്റെ വിളിപ്പേര് പോലും അതായി മാറി. എന്നാൽ സുഹറ പിന്നീട് മജീദിന്റെ അടുത്ത് സ്ഥാനമുറപ്പിച്ചതോടുകൂടി മജീദ് കണക്കിൽ ഒന്നാമനായി മാറി. സമ്പന്ന കുടുംബത്തിലെ മജീദിന്റെയും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന സുഹറയുടെയും സുന്നത്ത് കല്യാണവും കാതുകുത്തും നടന്നത് ഏകദേശം ഒരേ സമയത്തായിരുന്നു. മജീദിന്റെ വീട്ടിൽ വലിയ ചടങ്ങു നടക്കുമ്പോൾ സുഹറയുടെ അടുത്ത് എത്തിച്ചേർന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം. കാലം കഴിഞ്ഞുപോയി. സുഹറ പ്രാരാബ്ധം കാരണം പഠിപ്പ് നിർത്തി വീട്ടിലിരുന്നു. മജീദ് ബാപ്പയുമായി ഉണ്ടായ ചെറിയ ഒരു പിണക്കത്തിൽ നാട് വിട്ടു പോകുന്നതായി ബഷീർ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സുദീർഘമായ കാലത്തിനു ശേഷം അലഞ്ഞു തിരിഞ്ഞ് മജീദ് തിരികെ എത്തിയപ്പോഴേക്കും അവന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമായി കഴിഞ്ഞിരുന്നു. വിവാഹപ്രായം എത്തിയ സഹോദരങ്ങൾ, വയ്യാതായ ഉമ്മ. അതുമാത്രമോ, സുഹറയെ ഒരു 2ാം കെട്ടുകാരൻ കല്യാണം കഴിച്ചുകൊണ്ടും പോയി. ഇതൊക്കെ മജീദിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. എങ്കിലും മജീദിന് ഇനിയും നാട് വിട്ട് പോയേ മതിയാകൂ. തൻ്റെ കുടുംബത്തെ കരയ്ക്കടുപ്പിക്കുവാൻ, തൻ്റെ സഹോദരങ്ങളുടെ വിവാഹം നടത്തുവാൻ. എല്ലാവരോടും യാത്ര പറഞ്ഞ് മജീദ് ഇറങ്ങി. മജീദിനോട് മാത്രമായി സുഹറ എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ബസിന്റെ ഹോൺ കേട്ടു. എന്തായിരുന്നു സുഹറ ഒടുവിലായി പറയാൻ തുടങ്ങിയത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മാംശം കലർന്ന പുസ്തകമാണ് ബാല്യകാലസഖി. ഏവരെയും തൻ്റെ ബാല്യകാലത്തേക്കും ബാല്യകാലത്തെ കുഞ്ഞു പ്രണയങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ബാല്യകാലസഖി നമ്മുടെ ഓർമ്മച്ചെപ്പുകളിൽ സൂക്ഷിക്കുവാൻ ഒരു മുതൽക്കൂട്ടാണ്. ബഷീറിന്റെ ഈ ഓർമ്മ ദിനത്തിൽ ബാല്യകാലസഖി ഏവരും വായിക്കുക, ആസ്വദിക്കുക. നന്ദി.